ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗിരി എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഗിരി, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി മാഡം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 ആൺമക്കളാണ്. എൻ്റെ ചേട്ടൻ എന്നെക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. ഇപ്പോൾ കല്യാണം കഴിച്ച് വിദേശത്ത് സെറ്റിൽഡാണ്. അച്ഛൻ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴാണ് മരിച്ചത്. അതിൻ്റെ പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ സാധാരണ രീതിയിലുള്ള ഒരു കുടുംബജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പറയും വീട്ടിലെ ഏറ്റവും ഇളയ ആൺകുട്ടിയോട് അമ്മയ്ക്ക് ഒത്തിരി വാത്സല്യമായിരിക്കുമെന്ന്. എന്നാൽ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. എൻ്റെ ചേട്ടനോടാണ് അമ്മയ്ക്ക് കൂട്ട്, വാത്സല്യവും അവനോട് തന്നെ. എന്നോട് വളരെ സ്ട്രിക്റ്റായിട്ടാണ് പെരുമാറുന്നത്. ആക്ച്വലി എന്നെ വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ മാത്രമേ എൻ്റെ അമ്മ എന്നോട് പറയാറുള്ളൂ. അച്ഛൻ മരിച്ച ശേഷം എൻ്റെ മേൽ കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കാൻ അമ്മയ്ക്ക് എപ്പോഴും വലിയ മിടുക്കായിരുന്നു. കല്യാണമൊക്കെ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. എൻ്റെ ചേട്ടൻ ആദ്യമേ വിവാഹം കഴിച്ച് സെറ്റിലായല്ലോ. എനിക്ക് ഒരു ജോലി കിട്ടി. അത് സ്ഥിരമായ ജോലിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, നീ കല്യാണം കഴിക്കണം, ഈ വീട്ടിൽ ആരുമില്ല, എനിക്കൊരു കൂട്ട് വേണം, നിൻ്റെ മരമോന്ത കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, ഒരു പെൺകുട്ടി വന്നെങ്കിലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു ബന്ധുക്കളോടൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മയുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞാണ് മാഡം ഞാൻ പെട്ടെന്ന് വിവാഹം കഴിച്ചത്. എനിക്ക് പക്ഷേ 30 വയസ്സിൽ കല്യാണം കഴിക്കാനായിരുന്നു ആഗ്രഹം. പ്രേമം, പെൺകുട്ടികൾ, ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ റിലാക്സായിട്ട് കറങ്ങി നടക്കണം, അതായിരുന്നു ആഗ്രഹം. അതിന് പക്ഷെ പറ്റിയില്ല. അമ്മ കണ്ടെത്തിയ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അവളോട് വിവാഹത്തിന് മുമ്പ് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. കുഴപ്പമൊന്നുമില്ല, എൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചു മാഡം. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴില്ലേ അവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി ഓവർ വൃത്തിയൊക്കെയാണ്. എങ്കിലും ഞാൻ അവളുമായിട്ട് അവളുടെ ശീലങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അമ്മയും അവളും തമ്മിൽ ആദ്യം ഒരു 3-4 മാസം അടിപൊളിയായിരുന്നു. രണ്ടുപേരെയും ചക്കരയും അടയും പോലെ ചേർന്നിരിക്കുകയാണ്. അവർ തമ്മിൽ നന്നായി സംസാരിക്കും, എന്നെ മൈൻഡ് ചെയ്യുകയില്ല. എൻ്റെ ഭാര്യ ചോദിച്ചാൽ പറയും, ഓ അവനോട് എനിക്കങ്ങനെ മിണ്ടാനൊന്നുമുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അവനൊരു പ്രത്യേക ടൈപ്പാണ്, നീയും അവനും തമ്മിൽ നന്നായി കൊഞ്ചിക്കൊഴയുന്നുണ്ടല്ലോ, അത് മതി, ഇനിയിപ്പോൾ ഞാനോട് പോയി അവനോട് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ് എന്നൊക്കെ പറയും. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വന്നു. അവളുടെ ചില ശീലങ്ങളൊക്കെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നെയും അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊന്നും അവൾ ഇങ്ങോട്ട് വന്ന് എന്നോടൊന്നും ആവശ്യപ്പെടില്ല. അത് കഴിഞ്ഞപ്പോൾ വന്ന് എന്നോട് പറയാൻ തുടങ്ങി, ചേട്ടൻ ഇങ്ങോട്ട് വന്നേ, നമുക്കപ്പുറത്തേക്ക് പോകാം, എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ കുത്തുകയും നുള്ളുകയും ചെയ്യും. അതറിഞ്ഞിട്ട് ഞാൻ ചെല്ലണം. അത് മാത്രമല്ല മാഡം, ആദ്യമൊന്നും സഹകരിക്കില്ലായിരുന്നു, പിന്നീട് നന്നായി സഹകരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ച് വരികയായിരുന്നു. ആണും പെണ്ണും തമ്മിൽ ചേരുന്ന രസം അത് ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുകയാണ്. ഒരു അവധി ദിവസമാണ്. അമ്മയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അവൾ എന്നോട് ചില കുസൃതികൾ കാണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, അമ്മ ചിലപ്പോൾ ഇതിലൂടെ വരുമെന്ന്. അവൾ പറഞ്ഞു, ആ വന്നെങ്കിൽ വരട്ടെ, നമ്മളോട് ഒന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ലല്ലോ, എനിക്ക് ഇഷ്ടമുള്ള മേഖല ഞാൻ കൈയടക്കുന്നു, സ്വന്തമാക്കുന്നു, ഞാനവിടെ ചില കൃഷിപ്പണികൾ നടത്തുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ ചില കൈകടത്തലുകൾ നടത്താൻ തുടങ്ങി. ഈയിടെയായി ഇൻട്രസ്റ്റ് അവൾക്ക് വളരെ കൂടുതലാണ്. പുറത്തവൾ തുണി വിരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ പോയി എടുക്കാൻ വേണ്ടിയിട്ടാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇത്തിരി നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നിവിടെ വല്ലതും നടക്കുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നടക്കട്ടെ, ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഒരു 10 മിനിറ്റ് മഴ വരുന്നെന്ന് തോന്നുന്നു, തുണിയൊക്കെ എടുത്തിട്ടിട്ട് വന്നിട്ട് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ശരി, ഞാൻ പോയിട്ട് വരുന്നത് വരെ ഒന്ന് റെഡിയായി നിൽക്കാൻ, ഞാനൊരു 2 മിനിറ്റ് രാഗമൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ ഇല്ലേ മാഡം പ്രവൃത്തിയിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, വേണം 2 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി തുണി എടുക്കുമെന്ന് പറഞ്ഞു മാഡം. അവളുടെ പ്രവൃത്തി അവൾ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഞാനാകെ മതിമയങ്ങിപ്പോയി. വാതിൽ തുറന്നു കിടക്കാണെന്ന് അറിയില്ലല്ലോ, അത് ഓർമ്മയിലും വന്നില്ല. പെട്ടെന്ന് അവൾ മുറത്ത് കാണില്ല മാഡം. ആ സമയത്തുണ്ട് ഞാൻ നോക്കിയപ്പോൾ അവൾക്ക് കാണില്ലല്ലോ, കാര്യം അവളുടെ തല വേറൊരു ഭാഗത്തേക്കല്ലേ. പക്ഷേ എനിക്ക് കാണാം, അമ്മ വന്ന് പെട്ടെന്ന് നോക്കിയിട്ട് അമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നത് കണ്ടു.
പെട്ടെന്ന് അമ്മയിലെ കതക് പിടിച്ച് വലിയ ശബ്ദത്തിൽ അടച്ചിട്ട് അങ്ങ് പോയി. ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് ഞെട്ടിമാറി. എന്താ ചേട്ടാ, ആര് കഥ കടച്ചെന്ന്? ഞാൻ പറഞ്ഞല്ലേ അമ്മ വരുമെന്ന്. അമ്മ വന്ന് കണ്ടടി, കണ്ടിട്ട് അടച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിനെന്താ, അമ്മയും ഭർത്താവും തമ്മിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? അപ്പോൾ സ്വന്തം മകനും ഭാര്യയും സന്തോഷിക്കുന്നു, അതിനെന്താ, അമ്മയ്ക്ക് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്മ അത് കാണാതിരിക്കാൻ നമ്മുടെ ലോകത്ത് വിടാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് പോയി, അത്രയേ ഉള്ളെന്ന്. എന്നാലും അമ്മ എന്ത് വിചാരിച്ചു കാണും, അമ്മ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. അമ്മ കാണട്ടെ, കണ്ടോട്ടെ, ഒരു പ്രശ്നമില്ലെന്ന് പറയുകയാണ്. അവൾക്ക് കുട്ടിക്കളി മാറിയിട്ടില്ല. അമ്മ കണ്ടതിൽ അവൾക്ക് പ്രശ്നവുമില്ല. കാര്യം അമ്മയും അവളും കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പാണല്ലോ. പക്ഷേ മാഡം, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നോട് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താടി? അമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല, മിണ്ടാട്ടമൊക്കെ കുറവാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മുക്കിയും മൂളിയുമൊക്കെ മിണ്ടും, അത്രയേ ഉള്ളൂ. എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ. അതെന്താ, നീ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല ചേട്ടാ, നല്ല രീതിയിലാണ് പെരുമാറിയത്. പക്ഷേ അന്ന് ഉച്ചയ്ക്കത്തെ സംഭവം മൂലം അമ്മയ്ക്ക് നമ്മളോട് നല്ല വെറുപ്പായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നമ്മളോടല്ല നിന്നോട്. എന്നോട് അമ്മയ്ക്ക് പണ്ടേ വെറുപ്പാണ്. അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടാറുമില്ല. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുകയോ വാശി പിടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിലും പുള്ളിക്ക് എന്നോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ചേട്ടാ, ഇത് കണ്ടെന്ന് വെച്ചിട്ട് അമ്മ എന്നോട് എന്തിനാ പിണങ്ങേണ്ട കാര്യം? അമ്മ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഞാൻ ഓർത്തത് അമ്മ കണ്ടാലൊരു പ്രശ്നമില്ല, മകനും മരുമകളും കൂടി സന്തോഷിക്കുന്നു, അമ്മയും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അതോ ഇനി അമ്മ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? അച്ഛനും അമ്മയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു? നല്ല സൂപ്പറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഭയങ്കര സ്നേഹം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ശരിക്കും കാലിളകി, അസൂയ കയറി കാണും. നീ എന്താടി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നല്ലെങ്കിൽ പിന്നെന്തിനാണ് എന്നോട് മിണ്ടാതിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഒരു വട്ടം പോലും ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സ്വന്തം ഭർത്താവ് അമ്മയെ ഒത്തിരി അവഗണിച്ച് കാണുമെന്ന്. ഞാൻ പറഞ്ഞു, പോടി, അമ്മയുടെ സൗന്ദര്യത്തിൽ അച്ഛന് നല്ല മതിപ്പായിരുന്നു. അച്ഛൻ ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു പെണ്ണിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ സൗന്ദര്യം കണ്ട് ആ കല്യാണത്തിന് ഉടനെ തന്നെ അച്ഛൻ തയ്യാറെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെന്തായിരിക്കാം അമ്മയുടെ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല അമ്മയുടെ പ്രശ്നം എന്താണെന്ന്. ഇതൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും കാണും, നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ അമ്മയോട് നല്ല സ്നേഹത്തിലാണ് സംസാരിച്ചത്. ഞങ്ങൾ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് കാരണം. അമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില കുത്തുവാക്കുകൾ പറഞ്ഞു. നിനക്കല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ലയോ? ഭർത്താവ് വരുമ്പോഴേക്കും കുതിര ചാടുന്നത് പോലെയാണ് ഞാൻ ചാടുന്നതെന്നും അടക്കും ഒതുക്കും എനിക്ക് ഇടയായിട്ട് കുറവാണെന്നും അമ്മ പറഞ്ഞു. ഇത് തന്നെയാണ് കാരണം ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? മിണ്ടില്ലെങ്കിൽ മിണ്ടണ്ട. അവരുടെ ഇഷ്ടവും സ്നേഹമൊന്നും നമ്മൾ നേടിയെടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം അത്രയേ ഉള്ളെന്ന്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത വിഷയമായിരുന്നു. അമ്മ ഇങ്ങനെ അകൽച്ച് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇടയ്ക്ക് ഒരു ദിവസം അമ്മ എൻ്റെ മുൻ വെച്ചും അവളെ എന്തോ കുത്തുവാക്ക് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഈടെയായിട്ട് ഇവളുമായിട്ട് അത്ര നല്ല രമ്യതയിലൊന്നും അല്ലല്ലോ, ഇവളെ അവോയ്ഡ് ചെയ്യുകയാണല്ലോ, ഇപ്പം ഈ പറഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഭാര്യയെ ഭർത്താവ് ഉടനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ. രണ്ടും കൂടെ 24 മണിക്കൂറും വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുകയാണ്. വേറെ ഈ വീട്ടിൽ എന്തെല്ലാം ജോലി കിടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മുറിക്കകത്ത് കഥ കടച്ചങ്ങിരിപ്പാണ്. അതിനും മാത്രം അതിനുള്ളിൽ എന്താ നിധി വല്ല ഇരിപ്പുണ്ടോ? ദൈവമേ, എത്രയോ ആൾക്കാർ കല്യാണം കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മോൻ മാത്രം എന്താണോ ഇങ്ങനെ? എൻ്റെ മൂത്ത മോനില്ലേ, അവൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിച്ചാണ്. അവനും വളം ഇങ്ങനെയല്ലായിരുന്നു. അവരാണെങ്കിൽ പുറത്ത് കാണുമായിരുന്നു. ഇതങ്ങനെയല്ല, ഏത് സമയത്തും കഥ കടച്ചതിനകത്ത് കയറിയിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? ഇപ്പോഴത്തെ മെനക്കെട്ട് നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി. അമ്മ അന്നത്തെ സംഭവം തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതമ്മയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണ് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അമ്മയ്ക്ക് ഇനിയൊരു നല്ല മറുപടി കൊടുക്കണം, എന്തെങ്കിലും എതിർത്ത് പറയണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്ന മുറിയിലേക്ക് വന്ന് അനാവശ്യമായി ഒളിഞ്ഞു നോക്കിയിട്ട് അവരെന്താ കാണിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ഛർദ്ദിക്കാൻ വരുന്നെങ്കിൽ അമ്മ പുറത്തു പോയി ഛർദ്ദിക്ക്, അതായിരിക്കും നല്ലതെന്നും. എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ ഭാര്യയുടെ നേർക്ക് ചാടി. ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെ. എനിക്ക് അപ്പോഴേ മനസ്സിലായി, ഞങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ മുതൽ അമ്മയ്ക്ക് അസൂയാണ്. അമ്മയുടെ ഭർത്താവിൻ്റെ കൂടെ ചിലപ്പോൾ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം കിട്ടിക്കാണില്ല. അതിൻ്റെ കുശുമ്പും കുന്നായ്മയാണിത്. അമ്മയ്ക്ക് ഛർദ്ദിക്കാനുള്ള അവസരം അച്ഛൻ തന്നില്ലേ എന്ന് ചോദിച്ചു.
അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കോപാഗ്നി ജ്വലിച്ചു. അടക്കിടി നിന്റെ നാവ്. നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് നീ ഇളക്കക്കാരിയാണെന്ന്. എന്നിട്ടെന്തിനാ പിന്നെ മകന് വേണ്ടിയിട്ട് എന്നെ പെണ്ണാലോചിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, എനിക്ക് തെറ്റ്. എടീ, എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അല്ലാതെ അദ്ദേഹം എന്നോട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. നിന്റെ തലയാട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായടി നീ ഇതിൽ നേരത്തെ PhD എടുത്തിട്ടുള്ളതാണെന്ന്. ഛേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ വിളിച്ചു പറഞ്ഞത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അമ്മയും അച്ഛനും തമ്മിൽ ഇങ്ങനെയായിരുന്നു വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണെന്ന് നിർബന്ധമുണ്ടോ? അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? നാണമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ? ഞങ്ങളുടെ സ്വകാര്യമായ കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നതെന്നും. ആ സമയത്ത് അമ്മ എൻ്റെ മുടിയിൽ പിടിച്ച് എൻ്റെ തലയൊന്ന് വലിച്ചിട്ട് പറഞ്ഞു, എടാ ഇവിടെ ഡാഷ് കണ്ടപ്പോഴത്തേക്കിന് നീ അതിലേക്ക് അങ്ങ് വീണോ? യോ, ഇതുപോലൊരു പെങ്കോന്തനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതിനൊക്കെ എൻ്റെ മൂത്ത മോനെ. ഞാൻ പറഞ്ഞു, മൂത്ത മോനെ അങ്ങേരെ ഊരും കൊണ്ട് രക്ഷപ്പെട്ടു, അങ്ങേരെ ഭാര്യയും കൂടെ സന്തോഷത്തിൽ ജീവിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അത്രയും അധപ്പതിച്ചവരല്ല അവർ രണ്ടുപേരുമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അത് ശരിയായിരിക്കും, ഇവർ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ബെഡ്റൂമിൽ പോയി അവിടെ എന്താ നടക്കുന്നത് നോക്കിക്കാണും, അത്തരം ടൈപ്പാണെന്നും. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയും ഭാര്യയും തമ്മിൽ വാഗ്വാദങ്ങളായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും തനി സ്വരൂപം അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനിടയ്ക്ക് എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അമ്മയോട് അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ശീലം എനിക്കില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തറുതല പറഞ്ഞിട്ട് ഞാനങ്ങ് കയറിപ്പോവുകയാണ്. ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാർ സംസാരിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അറിവായിരുന്നു മാഡം. ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഭാര്യയെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് മുടിഞ്ഞ വട്ടാണ്. ഇങ്ങനൊരു സ്ത്രീ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവർക്ക് കാര്യമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് മിണ്ടാതിരിക്കുമോ? ഇത്രയും വഴക്കുണ്ടാക്കുമോ? ഇത്രയും വൃത്തികെട്ട വർത്താനം പറയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ലടി എന്താ സംഭവിച്ചതെന്ന്. ഇങ്ങനെയൊക്കെ അമ്മ മാറുമെന്ന് ആരറിഞ്ഞു? എനിക്ക് തോന്നുന്നത് അവർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട പിന്നെ ഈ കാര്യങ്ങളോർത്ത് വലിയ ഫ്രസ്ട്രേഷനാണ്. അവരെ പിടിച്ച് നിങ്ങൾ വേറെ കല്യാണം കഴിപ്പിക്കുക, അപ്പം ശരിയാകും. അവർക്ക് മറ്റേ കാര്യങ്ങളൊക്കെ കിട്ടാത്തതിൻ്റെ കുഴപ്പമാ എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തോന്നിയ ദിവസം പറയരുത്. ആഹാ, അപ്പം നിങ്ങളുടെ അമ്മ പറഞ്ഞ തോന്നിയ ദിവസം എല്ലാം ശരിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവർക്ക് കാര്യമായ കുഴപ്പമുണ്ട്, അവർക്കൊരു കല്യാണം നടത്തി കൊടുക്കുക നിങ്ങൾ രണ്ടുപേരും കൂടെ, അവരുടെ എല്ലാ കുഴപ്പങ്ങളും തീരുമെന്ന് ഭാര്യ പറഞ്ഞു. അന്ന് ഭാര്യയോടും എനിക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നു. എങ്കിലും അവൾ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാര്യം അത്രയ്ക്കും ഒരു വിചിത്രമായ സംഭവമല്ലേ നടന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ തനിയിരിക്കുകയാണ്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. അതിനു മുമ്പ് ചേട്ടനെ വിളിച്ചാൻ കാര്യങ്ങളെല്ലാം പറയട്ടെ. അമ്മ എന്ത് കണ്ടെന്നും എങ്ങനെ തുടങ്ങിയെന്നും എന്തൊക്കെ പറഞ്ഞു തന്നു. അപ്പം പറഞ്ഞു, വേണ്ട വേണ്ട, അവരോടൊന്നും പറയേണ്ടാണ്. ആ ദേഷ്യത്തിന് ഞാനങ്ങ് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊന്നും അന്വേഷിക്കാൻ വരുന്നില്ല. എങ്ങ് ഇറങ്ങിയൊന്നും പോകണ്ട. നീയായി നിന്റെ പാടായി. നീയും കെട്ടിയോളും കൂടെ ഇനി കഥ കടച്ച് മാമാങ്ക നടത്തിയെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ ശ്രദ്ധിക്കാനേ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനത് ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആ അതാ നല്ലത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എനിക്ക് സഹതാപം തോന്നുന്നു. ചികിത്സ കൊടുക്കേണ്ടതാണ്. പക്ഷേ വിളിച്ചാൽ വരുമോയെന്ന് അറിയില്ലല്ലോ. അത് പറഞ്ഞാൽ നമ്മളെ പിന്നെ തെറി വിളിക്കും. അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. ഇനിയിപ്പോൾ പിണങ്ങി വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും നമ്മളെ ആളുകൾ എന്ത് കരുതുമെന്ന് പറഞ്ഞു. ഭാര്യയ്ക്കും കുറച്ച് വിവരം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷൻ രക്ഷപ്പെട്ടു പോയി. പിന്നീട് ആ വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിലൊരു കൂട്ട്, അമ്മ വേറൊരു സഖ്യം. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത മാസം എൻ്റെ വൈഫ് ഗർഭിണിയായി. അവളപ്പോൾ പറഞ്ഞു, ചേട്ടാ എനിക്കാണെങ്കിൽ ഛർദ്ദിൽ മറ്റുമാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല, ഞാനങ്ങനെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ഇനി എതിര് വല്ലതും പറയുമോയെന്ന്. ഓ, അമ്മയൊന്നും പറയത്തൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞാൻ കൂടെ പോകുമെന്ന് പറഞ്ഞു. അവളുടെ വീട് അത്ര ദൂരെയൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, സമാധാനത്തോടുകൂടി നീ അവിടെ പോയി നിൽക്കാനെന്ന്. അവളുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ നല്ല സ്നേഹത്തിൽ പെരുമാറി. സാരമില്ല, 7-ാം മാസത്തെ ചടങ്ങുകളില്ലേ, ആ സമയത്ത് ഇടയ്ക്കൊന്ന് കൊണ്ടുവിട്ടാൽ മതി, അവളവിടെ നിന്നോട്ടെ, അച്ഛൻ്റെ അമ്മയോട് നിൽക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ പറഞ്ഞു വിട്ടു. ഭാര്യയ്ക്കൊരു അത്ഭുതമായിരുന്നു. എതിർക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും അവളുടെ വീട്ടിൽ പോയി രാത്രി താമസിക്കാൻ പാടില്ല. രാത്രി അമ്മയ്ക്ക് കൂട്ടിന് ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും താമസിച്ചാൽ ഞാൻ ആളെ അറേഞ്ച് ചെയ്യാം. കാര്യം എൻ്റെ അപ്പച്ചിൻ്റെ മകനൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഒരു ദിവസമൊക്കെയാണ് ഞാൻ സഹിക്കും, 2-3 ദിവസവും നീ അവിടെ പോയി നിൽക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാഗ്ദാനം കൊടുത്ത് അതങ്ങ് ഓക്കെ ആക്കി. ഭാര്യയുടെ മനസ്സമാനമാണല്ലോ നമുക്ക് വലുത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ സമയത്ത് ഭാര്യയും ഞാനും തമ്മിലുള്ള ആക്ടിവിറ്റീസൊക്കെ കുറവാണ്. എങ്കിലും അവൾ എല്ലാ സമയത്തും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവൾ എന്നെ സഹായിക്കാറുമുണ്ട്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ്
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഒരു ഉച്ചമയക്കമുണ്ട്. അവധി ദിവസം ഞാൻ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അന്ന് വൈകുന്നേരം ഭാര്യ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ആ ദിവസങ്ങൾ ഉറങ്ങാന്ന് പറയുന്നത് എനിക്ക് രസമാണ്. ഞാൻ കഥക് ചേർത്തടച്ചിട്ട് കിടന്നുറങ്ങി. എപ്പോഴോ ഗാഠനിദ്രയിലായിപ്പോയി. അവിടെ സ്വപ്നം നടക്കുകയാണ്. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വരുന്നു. അവൾക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമുള്ളപ്പോൾ കുസൃതിത്തരം ഇത്തിരി കൂടുതലാണ്. അന്ന് അമ്മ കാണാനിടയായ സംഭവത്തോട് അവൾക്ക് ഒത്തിരി താല്പര്യമുണ്ട്. അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എന്നോടുള്ള ഇഷ്ടം മൂത്താണ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ അവൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അതേപോലെ ഞാനും അവൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളായി നിൽക്കുകയാണ്. എനിക്ക് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ നനവൊരു ദുസ്വപ്നമായിരുന്നില്ല. അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് ഉറക്കത്തിൽ മനസ്സിലായതുമില്ല. വൈഫ് തിരിച്ചു വന്നോ, അല്ലെങ്കിലും അവൾക്ക് ഇത്തിരി കുസൃതി കൂടുതലാണ്. സ്ഥലകാലബോധം എനിക്കില്ല. ഇവളിനി സർപ്രൈസ് ചെയ്യാൻ വീട്ടിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ ഞാൻ ഓർത്തു. പെട്ടെന്ന് എനിക്ക് സ്ഥലകാലബോധം വന്നു. അമ്മയെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഞാൻ പിന്നോട്ട് മാറി. പക്ഷേ മാറാൻ സാധിക്കുന്നൊരവസ്ഥയിലായിരുന്നില്ല. അമ്മ കലി ബാധിച്ചവളെ പോലെയായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മേ എന്തായി കാണിക്കുന്നത്? അമ്മ മാറിപ്പോകണം, അമ്മേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് എന്നെ ബന്ധനസ്ഥനാക്കി. എന്നിട്ടാണ് എൻ്റെ മുഖത്തേക്ക് നോക്കിയത്. നീ ഇവിടുന്ന് അനങ്ങില്ല. അനങ്ങിയാൽ നിന്റെ കാര്യം പോക്കാണ്. അടുത്ത് നിന്റെ ഭാര്യ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും കാണില്ല എന്ന് പറഞ്ഞു. ബലമായുള്ള അമ്മയുടെ കൈ, അത് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ കരുതുള്ളി നിൽക്കുകയാണ്. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാനസികമായ പ്രശ്നമുണ്ടോ? അമ്മ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ ഒരു മകനോട്? അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മകനാണോ മകളാണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ മാത്രം സന്തോഷിച്ചാൽ പോരാ, എനിക്കും സന്തോഷം വേണം. അമ്മേ, ഞാനിവിടെ മകനാണ്. ആ, മകനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നീ ഒരാണാണല്ലോ, ഞാൻ കണ്ടു. എനിക്കത് മതി. നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ വായ് പൊത്തി. ഒരു മൽപ്പിടുത്തം നടത്തണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് ഒരു പ്രശ്നവുമില്ല. കാര്യം നിനക്കിതിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ അമ്മയ്ക്കും ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. കാര്യം നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി നാളായില്ലേ അമ്മേ. അതിന് ഇതല്ല വഴി. അവൾ പറഞ്ഞതുപോലെ അമ്മയ്ക്കൊരു കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ആഹാ, അങ്ങനെ കല്യാണം കഴിപ്പിച്ച് നീ കൂടുതൽ എന്നെ വഴിയാധാരമാക്കണ്ട. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നീ ഉണ്ടല്ലോ, നീയിൽ എനിക്ക് എല്ലാ അവകാശമുണ്ട്. അതുകൊണ്ട് വേറൊരു ക്ഷേത്രത്തിലെ കൊടിമരം കൊണ്ടുവന്ന് ഇവിടെ ഉത്സവം നടത്തേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് കൊടിമരമുള്ളപ്പോൾ ഞാനെന്തിനാണ് പുറത്തെ ഉത്സവത്തിന് പോകുന്നത് എന്ന് പറഞ്ഞു അമ്മ. വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ അമ്മ പറഞ്ഞു, ഇപ്പം എന്തായാലും നിനക്കൊരു കുഴപ്പമില്ലല്ലോ, എല്ലാം നല്ല രീതിയിലാണല്ലോ. അതുകൊണ്ട് അമ്മ രഥത്തിലേറിയങ്ങ് കുതിക്കും. മോനെ കാര്യങ്ങളൊക്കെ ഓക്കെ ആകുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സമയം കളയാനില്ല എന്ന് പറഞ്ഞ് പണ്ട് ഏതോ പാഠത്തിൽ പറയില്ലേ, സർക്കസ് അഭ്യാസിയുടെ മേവഴക്കത്തോടുകൂടി എന്ന് പറഞ്ഞതുപോലെ അമ്മ രഥത്തിലേറിയങ്ങിരുന്നു. കടിഞ്ഞാണുകൾ കയ്യിലെടുത്ത് കുതിരയെ അമ്മ ഓടിച്ചു തുടങ്ങി. സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകേണ്ടതാണ്. പക്ഷേ എനിക്ക് താഴ്ചകൾ ഉണ്ടായതേയില്ല. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കാര്യം ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു വൈബ് പണ്ടേയുണ്ട്. ശത്രുക്കൾക്കിടയിലാണെന്ന് തോന്നുന്നു നല്ല വൈബുള്ളത്. മാനസ സരസിലെ ജലപ്രവാഹം വരെ അമ്മ തേരൊട്ടിക്കൊണ്ടിരുന്നു. എനിക്കും അമ്മയ്ക്കും എന്ത് പറയണമെന്ന് അറിയില്ല. വേറൊരു ചുഴിയിൽ പെട്ടതുപോലെയായിരുന്നു. എനിക്ക് ഒരു പ്രശ്നമുണ്ടായില്ലെന്നുള്ളത് എന്നെയും അത്ഭുതപ്പെടുത്തി. ആക്ച്വലി എനിക്കത് ഒത്തിരി ഇഷ്ടമായി. അമ്മയ്ക്കും അങ്ങനെ തന്നെ. അവസാനമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മനസ്സ് തുറന്നു പറഞ്ഞു, ചെറുപ്പം മുതലേ അമ്മയ്ക്ക് എന്നോട് വേറിട്ടെന്തോ ചിന്താഗതിയുണ്ടെന്ന്. അതിന് കാരണം അമ്മയുടെ കാമുകൻ്റെ മുഖമാണ് എനിക്കുള്ളത്. പക്ഷേ അച്ഛൻ്റെ മകനാണ് ഞാൻ. എങ്കിലും അച്ഛൻ്റെ ഫീച്ചേഴ്സ് ഒന്നുമല്ല എനിക്ക് കിട്ടിയിരുന്നത്. അമ്മയുടെ പഴയ കാമുകൻ്റെ രൂപമാണ് എനിക്കെങ്ങനെയോ ഉണ്ടായതത്രേ. പിന്നെ അങ്ങേരെ ആദ്യമൊക്കെ വെറുപ്പായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ എന്നോടും വെറുപ്പ് തോന്നിയത്രേ. പിന്നീട് വേറെ പലതും തോന്നിയെന്ന്. കല്യാണം കഴിച്ച് ഇങ്ങനൊരു സീൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് എല്ലാം മാറി മറിഞ്ഞത്രേ. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ദിവസവും അമ്മ അണയും, ഞാനും കൂടണയും. കൂടുകൾ വട്ടം കറങ്ങും.
അതിൽപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും എവിടേക്കോ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല. എൻ്റെ ഭാര്യയോട് നല്ല സ്നേഹത്തിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവളൊന്നും ഒന്നും അറിയില്ല. നമുക്ക് നമ്മുടെ കാര്യം രണ്ട് വെള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞാൽ വീഴും എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതാണ്. രഹസ്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ആരോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് അമ്മ ഇപ്പോൾ എന്നോട് വളരെ സ്നേഹത്തിലാണ്. പണ്ടത്തെ പോലെയല്ല. തെറ്റാണെന്ന് മനസ്സിലായെങ്കിലും എൻ്റെ മനസ്സിൽ അമ്മയും ചേക്കേറി കഴിഞ്ഞു. അമ്മ ഒരു തട്ട്, ഭാര്യ ഒരു തട്ടിൽ എന്നുള്ള രീതിയിൽ പോവുകയാണ്. ഭാര്യ ഇപ്പോൾ അമ്മയോട് പഴയതുപോലെ കൂട്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് എന്ത് മാറ്റം സംഭവിച്ചെന്ന് ഭാര്യനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് മാനസാന്തരം ഉണ്ടായതാണെന്ന്. അവൾക്ക് ഒന്നും അറിയില്ല. രണ്ടുപേരെയും മാനേജ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണെന്ന് എനിക്കറിയാം. അമ്മ എനിക്ക് ശക്തി പകരുകയാണ്. ഒരിക്കലും അമ്മ ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന് എന്നോട് പറയുകയാണ്. അമ്മയ്ക്ക് എന്താ ഇങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഈ പറയുന്ന കഥയല്ലാതെ വേറൊന്നും പറയാനില്ല. അമ്മയുടെ ഈ മാറ്റത്തിന് കാരണം ഇത് തന്നെയായിരിക്കുമോ മാഡം, അതോ വിചിത്രമായ വേറെന്തെങ്കിലും സംഗതികൾ ഇതിന് പിറകിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോൾ അവർ വിശദമായിട്ട് പറഞ്ഞല്ലോ. അവരുടെ പഴയ കാമുകൻ്റെ സാദൃശ്യമുള്ളൊരു മുഖമാണ് നിനക്ക്, അതുകൊണ്ട് നിന്നോടൊരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ താല്പര്യം വെറുപ്പിൻ്റെ രീതിയിലായിരുന്നു. പിന്നീട് ഇങ്ങനെയൊക്കെ ആയെന്നാണ് അവർ പറഞ്ഞത്. അവർ പറയുന്ന ആൻസർ വിശ്വസിക്കാൻ. കാര്യം ഇത്രയും അടുത്ത് പെരുമാറിയ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ അതിൽ കൂടുതലൊന്നും കാണില്ലായിരിക്കാം. ഓരോ മനുഷ്യർക്കും മനസ്സിന് ഓരോ രീതിയിലുള്ള ക്രേസിനെസ് ഉണ്ട്. ഓരോ രീതിയിലായിരിക്കും അത് വരുന്നത്. ആ സമയത്ത് സദാചാരമോ ബന്ധങ്ങളോ ഒന്നും നോക്കാതെ മനുഷ്യൻ എടുത്തു ചാടുന്ന കഥകൾ നമ്മളിപ്പോൾ 100 വട്ടം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. മകനോട് ഉള്ളിലുള്ള പൊസസീവ്നെസ് ആയിരിക്കാം ചിലപ്പോൾ ദേഷ്യമായിട്ട് പ്രകടമാക്കിയത്. അപ്പോൾ മകനും ഭാര്യയും തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്തൊക്കെയോ തികട്ടി വന്നു. അത് പക്ഷേ മാതൃവാത്സല്യമായിട്ടല്ല, അതിലും മികച്ച മറ്റു പല കാര്യങ്ങളുമായിട്ടാണ് മാറിയത് നിങ്ങൾക്ക്. പക്ഷേ കേൾക്കുന്നവർക്ക് അത് മികച്ച കാര്യമായിട്ടോ നല്ലൊരു കാര്യമായിട്ടോ കാണാനോ കേൾക്കാനോ പറ്റില്ല, അതിനെ അനുകൂലിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ ചർച്ച ചെയ്യാനില്ല. ഇതിൽ തുടരരുത് എന്ന് മാത്രമേ എനിക്ക് ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത്തരം ഒരു വിഷയത്തിൽ പ്രോത്സാഹജനകമായ ഒരു വാക്കുപോലും നമുക്ക് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല.